السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين، والعاقبة للمتقين ولا عدوان إلا على الظالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم. صدق الله. ബഹുമാന്യരായ സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, അല്ലാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ സർവാത്മന പാലിച്ചുകൊണ്ട് അവന്റെ പ്രീതിയും പരലോക വിജയവും നേടിയെടുക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ എന്നോടും ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ് ഉപദേശിക്കുന്നത്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജ് എന്ന അമൽ നിർവഹിക്കുന്നതിന് വേണ്ടി ലോകമെമ്പാടുമുള്ള ഹാജിമാർ പരിശുദ്ധമായ കഅബയെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള നാളുകൾ ലോകത്തെ സത്യവിശ്വാസികൾ അവരുടെ കണ്ണും കൽബും കഅബയെ ലക്ഷ്യമാക്കി അതിനെ ചുറ്റിപ്പറ്റി വട്ടം കറങ്ങി തവാഫ് ചെയ്ത് നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോടനുബന്ധിച്ച് ഹജ്ജിനെത്താത്ത ലോകത്തെ സത്യവിശ്വാസികൾക്കും സമാനമായ വികാരം, സമാനമായ വിശ്വാസം ഉണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടി ചില പ്രത്യേകമായ അമലുകൾ നമുക്ക് നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. അറഫ നോമ്പും ഉദ്ഹിയയും ഒക്കെ ആ അർത്ഥത്തിൽ അതേ സ്പിരിറ്റ് ആവാഹിച്ചെടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിശ്ചയിച്ചു നൽകിയതാണ്. ആ അർത്ഥത്തിലുള്ള ഒരു മഹത്തായ കർമ്മമാണ് ഉദ്ഹിയ എന്ന് പറയുന്നത്. ഉദ്ഹിയ എന്നത് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചരിത്രം, അതിന്റെ പരിണാമം നിങ്ങൾക്കറിയാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രവാചകൻ എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിലൂടെ വഹി നൽകുകയും അങ്ങനെ തന്റെ പുത്രനെ ബലിയറുക്കാൻ വേണ്ടി അല്ലാഹു കൽപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പിതാവും മാതാവും ചേർന്ന് ഒരു പുത്രനെ അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ബലി കൊടുക്കാൻ തയ്യാറാവുകയാണ്. അവസാനം ബലി കൊടുക്കാൻ സന്നദ്ധനായി കഴിഞ്ഞപ്പോൾ മൂർച്ച കൂട്ടിയ കത്തി കഴുത്തിൽ വെച്ച് അറുത്തുകൊണ്ടിരിക്കുമ്പോ അറവ് സംഭവിക്കുന്നില്ല. ഉടനെ അല്ലാഹു വിളിച്ചു പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു,
ഖദ് സദ്ദഖത റുയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. തീർച്ചയായും താങ്കളുടെ ആ പരീക്ഷണം, സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഇപ്രകാരമാണ് അല്ലാഹുവിനെ അദൃശ്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കുന്ന സത്യവിശ്വാസികൾക്ക് ഇപ്രകാരമാണ് നാം സമ്മാനം നൽകുന്നത്, പ്രതിഫലം നൽകുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു അറിയിക്കുന്നു. എന്നിട്ട് പടച്ചവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഇത് വ്യക്തമായ ഒരു പരിശോധനയായിരുന്നു, ഈമാനിന്റെ പരിശോധന. വഫദൈനാഹു ബിദിബ്ഹിൻ അലീം. പകരം നാം അദ്ദേഹത്തിന് ഒരു ബലിമൃഗത്തെ ദാനമായി നൽകി. വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ. പിൽക്കാലക്കാരിൽ അദ്ദേഹത്തിന്റെ സ്മരണയെ നാം അവശേഷിപ്പിച്ചു എന്ന്. അപ്പോൾ ഈ ഒരു പിൽക്കാലക്കാരിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്മരണയെ അവശേഷിപ്പിക്കുന്ന നിലയിൽ കുറേയേറെ കർമ്മങ്ങളും പ്രാർത്ഥനകളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പുത്രനെ ബലിയറുക്കുന്നതിന് സമാനമായ നിലയിൽ അതേ സംഭവത്തെയും അതേ വികാരത്തെയും നമ്മുടേതായ ഗൃഹാന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മളും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മുടെ ബലിമൃഗത്തെ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് സമാനമായ ആ സംഭവത്തെ അള്ളാഹു നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് ഹജ്ജിലും കാണുന്നത്. തവാഫും സഅയും ഒക്കെ അങ്ങനെയാണല്ലോ. അപ്പൊ അവർ ചെയ്യുന്ന അതേ സംഭവത്തെ നമ്മളിലൂടെ ആവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഉദയയുടെ ചരിത്രപരമായ പശ്ചാത്തലം എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ നമ്മുടെ മാംസാഹാരത്തിന് വേണ്ടി ഒരു മൃഗത്തെ അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറഞ്ഞ് അറുത്ത് അതിന്റെ ഭക്ഷണം വെട്ടിനുറുക്കി കറി വെച്ച് കഴിക്കുന്നതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിന് പ്രത്യേകമായ ഒരു ചരിത്ര സന്ദർഭമുണ്ട്, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതേപോലെ തന്നെ അതിന് പ്രത്യേകമായ നിയ്യത്തുണ്ട്, അതിന് പ്രത്യേകമായ സമയമുണ്ട്. ഈ അർത്ഥത്തിലെല്ലാം കൂടി ചേരുമ്പോഴാണ് ഉദഹിയ ആയിത്തീരുന്നത്. ഉദഹിയ വലിയ പെരുന്നാളിന്റെ നമസ്കാരവും ഹുതുബയും കഴിഞ്ഞതിന് ശേഷം മുതൽ ദുൽഹജ്ജ് 13 അയ്യാമുത്ത ശരീരത്തിന്റെ അവസാനത്തെ ദിവസം ദുൽഹജ്ജ് 13 മഗ്രിബ് സമയം വരെയാണ്, അസ്തമിക്കുന്നത് വരെയാണ് ഉദഹിയ നിർവഹിക്കേണ്ട സമയം. പെരുന്നാൾ നമസ്കാരത്തിന് അല്ലെങ്കിൽ ഹുതുബ തീരുന്നതിന് മുമ്പോ അതല്ലെങ്കിൽ ദുൽഹജ്ജ് 13 ശേഷമോ ഇങ്ങനെ ഒരു ബലി അറുത്താൽ അത് ഉദഹിയയായി കണക്കാക്കപ്പെടുകയില്ല. മറിച്ച് പ്രത്യേകമായ നിയ്യത്തോടുകൂടി തന്നെ ഉദഹിയ നിർവഹിക്കുന്നു എന്ന പേരിൽ തന്നെ നിയ്യത്തോടുകൂടി ഒരു മൃഗത്തെ ബോധപൂർവം വാങ്ങി ആ അർത്ഥത്തിൽ അതിനെ വിട്ട് അവസാനം അതിനെ അറുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴേ അത് സംഭവിക്കുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഇത് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കി നമുക്ക് നിശ്ചയിച്ചു തന്നതാണ്. നബി ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, മാ ഹാദിഹിൽ അല്ലാഹിയ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഇങ്ങനെ ഉദഹിയ ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ അർത്ഥം, എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുന്നത്തു അബീകും ഇബ്രാഹിം, ഇത് നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചര്യയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ വജദ സഅതൻ ഫലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാന, ഒരാൾക്ക് ഉദഹിയക്ക് ഒരു മൃഗത്തെ വാങ്ങി ബലിയറുക്കാൻ ഉള്ള ഒരു സൗകര്യം അല്ലാഹു കൊടുത്തു, ഒരു സാമ്പത്തികമായ ഒരു സൗകര്യം അല്ലാഹു അയാൾക്ക് കൊടുത്തു. പക്ഷേ അയാള് അത് നിർവഹിക്കാൻ തീരുമാനിക്കാതെയാണ്
നമ്മുടെ മുസല്ലയിലേക്ക്, നമസ്കാരത്തിലേക്ക്, ഈദ്ഗാഹിലേക്ക് വരുന്നതെങ്കിൽ അവൻ അങ്ങനെ വരേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പെരുന്നാൾ നമസ്കാരത്തിന്റെയും പെരുന്നാൾ ഖുത്ബയുടെയും പെരുന്നാൾ ആഘോഷത്തിന്റെയും ഒക്കെ അർത്ഥം അത് വെറും പെരുന്നാൾ നിസ്കാരവും ഖുത്ബയുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല, മറിച്ച് അതിനോട് ഇഴചേർന്ന് നിൽക്കുന്ന ഒരു അമലാണ് ഉദഹിയ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പട്ടിണിയില്ലാത്ത നിലയിൽ പെരുന്നാൾ കഴിക്കാൻ, നമ്മുടെ ജീവിതത്തിന്റെ നിത്യ ചെലവുകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, കടബാധ്യതകളില്ല, ഞെരുക്കങ്ങളില്ല, ഒരു മൃഗത്തെ വാങ്ങാൻ നമുക്ക് കഴിയും. ആട്, മാട്, ഒട്ടകം. മാട് എന്ന് പറയുമ്പോൾ അറിയുമല്ലോ നമുക്ക്. അപ്പൊ ഈ തരത്തിലുള്ള മൃഗങ്ങളാണ് ഉദഹിയക്ക് വാങ്ങേണ്ടത്, അതിനെയാണ് ബലിയറുക്കേണ്ടത്. ഇതൊരു ആടിനെയോ മാടാണെങ്കിൽ 7 പേര് വരെ ഷെയർ ചേരാം, ഒറ്റയ്ക്കും വാങ്ങാം, 7 പേര് വരെ ഷെയർ ചേരാം. അപ്പൊ ഈ 7 പേരിൽ ഒരാളായി ആകെ എത്ര വരുമോ അതിന്റെ 1/7 നൽകിക്കൊണ്ട് നമുക്ക് ഷെയർ ചേരാൻ കഴിയുമെങ്കിൽ അതുവരെയും ആകാം. അപ്പൊ ആ നിലയിൽ നമുക്ക് കഴിവുണ്ടായിട്ടും അത് ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ഈ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഉടുത്തൊരുങ്ങി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി കൽപ്പിക്കുകയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില മാ അമലു ബിനി ആദം യൗമൻ നഹി അമലൻ അഹബ്ബു ഇലല്ലാഹ് മിൻ ഇഹ്റാഖിദ് ദമി. പെരുന്നാൾ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു മനുഷ്യപുത്രൻ ചെയ്യുന്ന ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം ഏതെന്ന് ചോദിച്ചാൽ അത് അല്ലാഹു ഏറ്റവും പ്രിയപ്പെട്ടത് ഈ ബലിമൃഗത്തിന്റെ ചോര ചിന്തലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ലഹൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികബ്ശൈനി അംലഹൈനി അഖറനൈൻ. നബി ഒരു പെരുന്നാളിലെ 2 മുട്ടനാടുകളെ, കൊമ്പുള്ള നല്ല മുട്ടനാടുകളെ, നല്ല തടിച്ചു കൊടുത്ത 2 ആടുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബലിയറുത്തു. നബിയുടെ സ്വന്തം കൈകൊണ്ട് തന്നെ അറുത്തു. അപ്പൊ ഇതെല്ലാം സുന്നത്തായ ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ എടുത്തു ഓതിക്കൊണ്ട് അതിലൂടെ നമ്മളെ ഈ ഉദ്ഹിയയിലേക്ക് ഇങ്ങനെ കണ്ണി ചേർക്കുകയാണ്, അതിലേക്ക് ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പറഞ്ഞു ഇതിനെപ്പറ്റി. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ഇന്നാ അഅ്തൈന സൂറത്തുൽ കൗസർ, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. നീ നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുക, ബലിയറുക്കുകയും ചെയ്യുക. അതിനെപ്പറ്റി മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത് ആ നമസ്കാരം പെരുന്നാൾ നമസ്കാരമാണ്. ആ അറവ് എന്ന് പറയുന്നത് ഉദ്ഹിയയുടെ ബലിയുടെ അറവാണ് എന്നാണ്. അപ്പൊ ഇതൊക്കെ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട് കിടക്കുന്ന ഒരു ചര്യയാണ്. പക്ഷേ അതിനെ പണ്ഡിതന്മാർ പല നിലയിൽ അതിന്റെ വിധികളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞത് അത് വളരെ പ്രബലമായ സുന്നത്താണ്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല പറഞ്ഞത് അത് വാജിബാണ്, നിർബന്ധമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം നിർബന്ധമായ ഒരു സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിവൃത്തി ഉണ്ടെങ്കിൽ അത് ചെയ്യണം എന്നാണ് അതിന്റെ സാരം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ എന്നെ കേൾക്കുന്ന സഹോദരന്മാർ അല്ലെങ്കിൽ ഇത് പിന്നീട് കേൾക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ ഈ ബലികർമ്മത്തിൽ, ഈ ഉദ്ഹിയ കർമ്മത്തിൽ നമ്മളും അതിൽ ഭാഗവാക്കാവാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. ഒരു കുടുംബത്തിന് വേണ്ടി ഒരു ഷെയർ മതിയാവും. അത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യ മക്കൾക്കും വേണ്ടി അത് കബൂലാണ്. ഓരോരുത്തരും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് പ്രബലമായ സുന്നത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇതിന് പകരമായിട്ട് ഇനി കോഴിയെയോ ആടിനെയോ കോഴിമുട്ടയെയോ കോഴിയെയോ അല്ലെങ്കിൽ കോഴിമുട്ടയോ മുയലോ താറാവോ പോലുള്ള ഒന്നും പറ്റില്ല. ഇതേ പറ്റുള്ളൂ. ആട്, മാട്, ഒട്ടകം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം. നമ്മുടെ രാജ്യത്തായാലും ഇതൊക്കെ പ്രബലമായ സുന്നത്താണ്. അതിനെ നമ്മൾ
പിന്നെ ഏതെങ്കിലും സമ്മർദ്ദങ്ങൾ കാരണം അതിനെ ആരെങ്കിലും കണ്ടുരുട്ടുമ്പോഴേക്കും അതിനെ എന്നാ പിന്നെ നമുക്ക് കോഴിമുട്ട വാങ്ങി ഓംലേറ്റ് ഉണ്ടാക്കാം എന്ന് ചിന്തിക്കാനും പാടില്ല. മറിച്ച് നമുക്കിവിടെ അവകാശങ്ങൾ, മൗലികാവകാശങ്ങൾ ഉള്ളിടത്തോളം കാലം ഇതെല്ലാം തന്നെ നമുക്ക് നിർവഹിക്കാൻ കഴിയും, അത് നിർവഹിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുക. ഈ മൃഗങ്ങൾ തന്നെ പിന്നെ ന്യൂനതകളില്ലാത്തതായിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് സാധാരണ അല്ലാഹു തആല ഹലാലാക്കിയ ഒരു മൃഗത്തെ ഇറച്ചിക്ക് വേണ്ടി ബിസ്മി ചൊല്ലി വാങ്ങി അറുക്കാം. ഹയാത്തുൽ മുസ്തഖിറായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന് ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവനുള്ള മൃഗമാണെങ്കിൽ അത് അറുത്ത് കഴിക്കാം. നമുക്ക് ചാവാൻ പോണേനെ ഇങ്ങനെ അലക്കി അറുക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അങ്ങനെയുണ്ട് ചില ആളുകൾ, അതിനൊക്കെ ആരും കാണാതെ അറുത്തിട്ട് ഇങ്ങനെ പിന്നെ വിൽപ്പന നടത്തുന്നവർ. അത് ചെയ്യാൻ പാടില്ല, തെറ്റാണ്, ഹറാമാണ് അങ്ങനെയുള്ള സമ്പാദ്യവും. അപ്പോ ഇത് ജീവനുള്ള മൃഗം, അതിനെ അറുത്താൽ സാധാരണ അറവ് നമുക്കത് ഇറച്ചി കഴിക്കാം. എന്നാൽ ഉദഹിയക്കാണെങ്കിലോ മുടന്തില്ലാത്തത്, കുരുടില്ലാത്തത്, കാത് ചെവി കീറാത്തത്, അതുപോലെ മെലിഞ്ഞൊട്ടാത്തത്, ഇങ്ങനെയൊക്കെ ഉള്ള മൃഗങ്ങളായിരിക്കണം. നല്ല പുഷ്ടിയുള്ള തടിച്ചു കൊടുത്ത നല്ല മൃഗമായിരിക്കണം വാങ്ങി അറുക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുക. മാത്രമല്ല ഈ മൃഗങ്ങളെ അറുക്കുമ്പോഴും അത് ഉദയ മൃഗത്തെ എന്ന് മാത്രമല്ല ഏതൊരു മൃഗത്തെയും അള്ളാഹു നമുക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട്. അതിനെയൊക്കെ നമുക്ക് ഈ ആട്, മാട്, ഒട്ടകങ്ങളെയൊക്കെ ഹലാലാക്കി തന്ന് നമ്മൾ അതിനെ അറുത്ത് അതിന്റെ മാംസം ഭക്ഷിക്കുമ്പോൾ അറവ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു സംസ്കാരം നിലനിർത്തിക്കൊള്ളണം. നമ്മളെ അറുക്കുന്നതും ഹിംസ ജന്തുക്കളെയൊന്നും അല്ലല്ലോ, മറിച്ച് മനുഷ്യനോട് ഇടങ്ങുന്ന വളർത്തു മൃഗങ്ങളാണിത്. അപ്പൊ അതിനെയാണ് നമ്മളോട് അറുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അറുക്കുമ്പോൾ തന്നെ അതിനോട് പിന്നെ വളരെ മോശമായ നിലയിൽ പെരുമാറാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ. അല്ലാഹു തആല ഏതൊരു കാര്യവും ഏറ്റവും പെർഫെക്റ്റോടെ ചെയ്യാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു, ഏറ്റവും മനോഹരമായി ചെയ്യാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ എന്നാണ്, ഏറ്റവും മനോഹരമായി. അത് നിങ്ങൾ നിങ്ങൾ യുദ്ധത്തിൽ ഒരാളെ വധിക്കേണ്ടി വന്നാൽ അതും ഏറ്റവും കലാപരമായിട്ടായിരിക്കണം. ഏറ്റവും വേദന എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ജീവൻ എടുക്കാൻ പറ്റും എന്നാ നോക്കേണ്ടത്. ചിത്രവധം പാടില്ല, വളരെ ഭീകരമായ നിലയിലുള്ള കൊലകൾ പാടില്ല. ഇസ്ലാമിക ചരിത്രങ്ങൾ നോക്കൂ, മറ്റുള്ളവരുടെ കുരിശുദ്ധങ്ങൾ മറ്റുള്ള നോക്കൂ, അവിടെയൊക്കെ കാണാൻ പറ്റും. അവിടെയൊക്കെ വളരെ ഭീകരമായ നിലയിലുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും ചിത്രവധങ്ങളും ഒക്കെ കാണാം. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെ കാണില്ല. ഇസ്ലാം വളരെ മാന്യമായിട്ടേ ഇവിടെ പെരുമാറിയിട്ടുള്ളൂ. അപ്പോ നിങ്ങൾ ഒരു യുദ്ധത്തിൽ കൊല ചെയ്യേണ്ടി വന്നാൽ, ഒരു കൊലപാതകം നടത്തേണ്ടി വന്നാൽ, ഒരു പ്രതിരോധം നടത്തേണ്ടി വന്നാൽ അതും മനോഹരമായിട്ടേ ചെയ്യാവൂ, ഏറ്റവും നല്ല നിലയിൽ മാന്യമായിട്ടേ ചെയ്യാവുള്ളൂ. നിങ്ങൾ അറവ് നടത്തുകയാണെങ്കിൽ ആ അറവ് ഏറ്റവും നല്ല നിലയിലേ നടത്താവൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ വിശദീകരിച്ചിട്ട് പറഞ്ഞു, അവന്റെ കത്തിക്ക് മൂർച്ച കൂട്ടണം, അവന്റെ അറവ് മൃഗത്തിന് ആശ്വാസം നൽകണം. അതിനെ കൊണ്ടുവന്ന് വളരെ ക്രൂരമായി വലിച്ചെഴച്ച് മറ്റുള്ള മൃഗങ്ങളുടെ മുമ്പിൽ ഇട്ടിട്ട് അതിനെ അറുക്കരുത്, അതിനെ മറച്ചു പിടിക്കണം. അതിന്റെ മുമ്പിൽ വെച്ചിട്ട് കത്തിക്ക് മൂർച്ച കൂട്ടരുത്, അതിനെ ഭയപ്പെടുത്തരുത്. കൊല്ലുന്നതിന് മുമ്പ് നിങ്ങൾ 2 വട്ടം കൊല്ലരുത് എന്ന് മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു തരം പ്രാകൃതമായ ശൈലിയല്ല, വളരെ എളുപ്പത്തിൽ ശാസ്ത്രീയമായി എന്ന് പറഞ്ഞാൽ യന്ത്രം ഉപയോഗിച്ച് അറുക്കണമെന്നല്ല, യന്ത്രത്തെയും തോൽപ്പിക്കുന്ന വിധത്തിൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ്. ഇത്രയും കാലം ഉദവിയ നടത്തി, ഇത്രയും കാലം പിന്നെ മാംസാഹാരം കഴിക്കുന്ന ഒരു സമൂഹത്തിന് തങ്ങളുടെ ഈ ബലിമൃഗത്തെ അല്ലെങ്കിൽ ഈ മാംസാഹാരത്തിന് ഉപയോഗിക്കുന്ന മൃഗത്തെ ഏറ്റവും നന്നായിട്ട് അറവ് നടത്താൻ കഴിയണം. ചിലയിടത്തൊക്കെ ഉണ്ട്, ഉദവിയൊക്കെ എല്ലാവരും കൂടി ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കും, തക്ബീർ അങ്ങോട്ട് മുഴക്കും, അപ്പോഴേക്കും ഈ മൃഗം അങ്ങോട്ട് ആകപ്പാടെ വരണ്ട് വെപ്രാളപ്പെട്ട് മറ്റുള്ള മൃഗങ്ങളുടെ മുമ്പിലിട്ട് അറുത്ത് അതിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു ആകെ വെപ്രാളപ്പെട്ട് ഇത് കയറ് പൊട്ടിച്ചിട്ട് ഓടും. പിന്നെ ആ നാട്ടിൽ മുഴുവൻ ഈ ജീവനം കൊണ്ട് ഓടുന്ന ഒരു ജീവിയെ, ഒരു ജന്തുവിനെ കുറിച്ചാണ് പിന്നെ കരുണയില്ലാത്ത മനുഷ്യർ, എന്തിനാ സഹോദരന്മാർ ഈ അവസ്ഥ ഉണ്ടാക്കുന്നത്? അപ്പൊ അങ്ങനെയല്ല, മറിച്ച്
ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ വെച്ച് ഏറ്റവും എളുപ്പത്തിൽ ലളിതമായി മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് അതിന്റെ കൈകാലുകൾ ബന്ധിച്ചിട്ട് ഇറക്കേണ്ടി വന്നാലും അതിന്റെ അറവ് നടന്നതോടുകൂടി ആ കെട്ടുകൾ അഴിച്ചു കൊടുത്ത് അതിന്റെ കൈകാലുകൾ സ്വതന്ത്രമാക്കാൻ അതിന് കഴിയണം. ആ നിലയിൽ ആശ്വാസം ചെയ്തു കൊടുത്തുകൊണ്ട് നല്ല നിലയിൽ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹുവിന്റെ നാമത്തിൽ അതിനെ അറക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അപ്പൊ ഇതാണ് അതിന്റെ കർമ്മശാസ്ത്രം എന്ന് പറയും. ഈ അമലിന്റെ ഒരു കർമ്മം അതാണ്. ഈ രീതിയിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. എന്നാൽ ഇതിനൊരു മർമ്മം. എന്തിനാണ് ഒരു കാലഘട്ടത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പുത്രനെ ബലിയറുക്കാൻ പോയി? അങ്ങനെ അതിന്റെ പേരും പറഞ്ഞ് അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. അതിന്റെ പേരും പറഞ്ഞ് ലോകത്തുള്ള അനേകകോടി ജന്തുക്കളുടെ ജീവൻ എടുക്കാൻ കൽപ്പിക്കുന്ന ഒരു പടച്ചവൻ. എന്താണ് ഇതിന്റെ ഒരു കർമ്മം? തീറ്റയോട് തീറ്റ, മാംസാഹാരം തിന്നു തീർക്കുക. മാംസാഹാരത്തോട് വല്ലാത്ത വിരോധം വെച്ച് പുലർത്തുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ വെറുതെയാണ്. സന്ദർഭം കിട്ടിയാൽ നല്ലോണം കല്യാണത്തിനൊക്കെ അത്ര ആളുകളൊക്കെ വന്നിട്ട് നല്ലോണം അടിച്ചു പോകുന്നത് കാണാൻ പറ്റും. നല്ല തിക്കും തിരക്കും ഉണ്ടാക്കിയിട്ട്. അല്ല, മട്ടണെങ്കിൽ മട്ടൻ, ബീഫെങ്കിൽ ബീഫ്, ഏത് വകുപ്പിൽപ്പെട്ട ബീഫായാലും വരട്ടെ, എല്ലാരും കഴിക്കും. മനുഷ്യന്റെ ഒരു പ്രകൃതമാണത്. ഇനി പച്ചക്കറി സാമ്പാർ വെച്ച് അതിന്റെ മണം മൂക്കിൽ അടിച്ചു കയറി എനിക്കൊന്ന് കഴിക്കാൻ കൊതിയാവും ആരും പറയാറില്ല. നല്ല മട്ടൻ ബിരിയാണി ഉണ്ടാക്കി, നല്ല ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി, അതല്ലെങ്കിൽ നല്ല ഷവായി, അല്ലെങ്കിൽ പുതിയ കാലത്തെ പുതിയ പേരുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇറക്കുന്നുണ്ടല്ലോ. ഈ സാധനങ്ങളൊക്കെ ഒന്ന് കേട്ടാല് അവിടെയൊക്കെ ഒന്ന് കയറാൻ ഇഷ്ടപ്പെടാത്ത മനുഷ്യന്മാർ ആരാണ് ഉണ്ടാവുക? അപ്പൊ ഇതൊക്കെ പ്രകൃതിപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ മനസ്സിൽ അതിനോടൊരു പ്രത്യേക താല്പര്യം അല്ലാഹു ജനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു മാംസാഹാരം, ഇനി മനുഷ്യന്റെ പ്രകൃതം തന്നെ ഇതൊക്കെ ദഹിക്കാത്തതാണോ? എപ്പോഴും മനുഷ്യൻ പച്ചക്കറിയെ തിന്നുള്ളൂ എന്നാണോ? അങ്ങനെ അല്ലല്ലോ. മറിച്ച് മനുഷ്യനൊരു മിശ്ര ബുക്കാണ് എന്നുള്ളതാണ് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യം. സസ്യാഹാരവും മാംസാഹാരവും എല്ലാം കൂടി കഴിക്കുക. ഇതെല്ലാം പടച്ചവൻ സൃഷ്ടിച്ചത് തന്നെ. ജീവൻ ഈ മൃഗത്തിന് മാത്രമല്ലല്ലോ, ഈ സസ്യത്തിന് ജീവനുണ്ടെന്നല്ലേ ശാസ്ത്രം പറയുന്നത്. സസ്യശാസ്ത്രം പറയുന്നത് അതിന് ജീവനുണ്ടെന്നല്ലേ. അപ്പൊ ജീവൻ അതിനെ ഹനിക്കലാണല്ലോ. ഇനി നമ്മള് അത്രമാത്രം ഭയങ്കര ജീവസ്നേഹികളാണെങ്കിൽ പിന്നെ രോഗം വന്നാൽ ഗുളിക തന്നെ കഴിക്കാൻ പാടില്ല. അവിടെയും ചില രോഗാണുക്കളെയൊക്കെ കൊന്നെങ്കിലല്ലേ ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പൊ മൊത്തത്തിൽ പ്രശ്നം. ഈ മത്സ്യം കഴിക്കേണ്ടി വരില്ലേ? അതും പ്രശ്നം തന്നെയല്ലേ? അതിനുകൊണ്ടല്ലോ ജീവൻ. ഇങ്ങനെ മൊത്തത്തിൽ അങ്ങനെ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ചാക്രികമായ ഒരു പോക്കാണ്. ഒരു സൈക്ലിംഗ് അല്ലേ? എന്താണ്, ഓരോ ജീവികളും മറ്റൊരു ജീവികളെ അങ്ങനെ എന്താണ് ആഹാരമാക്കി ഉപയോഗിച്ച് പോകുന്ന ഒരു ചാക്രികത ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ അർത്ഥത്തിലെല്ലാം തന്നെ നമുക്ക് അങ്ങനെ മാംസാഹാരത്തെ മാറ്റി നിർത്തുക എന്നുള്ളത് മനുഷ്യപ്രകൃതത്തിന് ചേർന്നതല്ല. മാത്രമല്ല, മനുഷ്യന്റെ പല്ല് നിങ്ങൾ നോക്കിയേ. ഈ പല്ല് വെറും പച്ചക്കറി മാത്രം കടിച്ചു മുറിച്ച് തിന്നാൻ പറ്റുന്നതാണോ? അതിന് ഇറച്ചിയെ കടിച്ചു മുറിക്കാനും ഉളിപ്പല്ലുകളുണ്ട്, അതുപോലെ തന്നെ അണപ്പല്ലുകളുണ്ട്. ഇതൊക്കെ ആദ്യം ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് എന്താ വേണ്ടത്? അതിന് എന്താണ് അരിപ്പല്ലുകളാ വേണ്ടത്. അതിന് കുഴമ്പ് രൂപത്തിലുള്ള ഉമ്മയുടെ മുലപ്പാലും അതേപോലെ തന്നെ ക്രീം, കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണമൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് അല്ലാഹു അത് കൊടുത്തു. കുറച്ച് കഴിയുമ്പോഴേക്ക് കുട്ടി ഇത് മാത്രം തിന്നുകൊണ്ടിരുന്നാൽ പറ്റൂല. പിന്നെന്ത് വേണം? ആ കുട്ടിക്ക് നല്ല കടിച്ചു മുറിച്ച് തിന്നാൻ പറ്റിയ നല്ല ഇറച്ചിയൊക്കെ തിന്നണം. അതിനെന്ത് വേണം? അല്ലാഹു അതിനെ പറ്റുന്നതെല്ലാം അടർത്തി കളഞ്ഞിട്ട് റീസെറ്റ് ചെയ്യണം. നിങ്ങൾ നോക്കിയേ എത്ര മനോഹരമായിട്ടാണ്. അപ്പൊ ഇതെല്ലാം കൂടി അതിന് പറ്റിയ നിലയിൽ അല്ലാഹു തന്നിരിക്കുന്നു. ഇറച്ചി തിന്നണം, പച്ചക്കറി തിന്നണം, എല്ലാം കഴിക്കാൻ പറ്റിയ നിലയില്ല. നിങ്ങൾ ഇനി നേരെ നോക്കൂ. ഇവിടെ ഈ സസ്യാഹാരം മാത്രം കഴിക്കുന്ന മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളുടെ പല്ല് നിങ്ങൾ നോക്കൂ. അതിൻ്റെ പോലത്തെ പല്ലുകൾ ഉണ്ടാവില്ല. അത് അടിച്ചു മുറിച്ച് തിന്നാൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ. എന്നാൽ മാംസാഹാരം കഴിക്കുന്ന മൃഗങ്ങൾ നോക്കൂ. അതിന് കടിച്ചു മുറിച്ച് തിന്നാൻ പറ്റുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് സസ്യാഹാരം കഴിക്കില്ല, മാംസാഹാരം മാത്രമേ കഴിക്കുള്ളൂ. മനുഷ്യൻ ഇത് രണ്ടും കൂടി ചേർത്താണ് തന്നിട്ടുള്ളത്. അപ്പൊ മിശ്ര ബുക്കാണെങ്കിൽ മിശ്രമായിട്ടുള്ള ആയുധങ്ങളാണ്, ദന്തമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ഈ അർത്ഥത്തില്ല. ഇതെല്ലാം നമുക്ക് ദഹിക്കുന്നുണ്ടല്ലോ. എവിടെ പോയിട്ട് ഒരു മട്ടനും ബീഫൊക്കെ അടിച്ചു വിട്ടിട്ട് അവസാനം അവൻ ഇങ്ങോട്ട് ഇറങ്ങി 2 മണിക്കൂർ കഴിയുമ്പോൾ എല്ലാം ദഹിച്ചു പോവുകയാണ്. വീണ്ടും അവൻ ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ ഷോപ്പ് നോക്കുകയാണ്, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് തിരക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ദഹിച്ചു പോകുന്ന ഒരു പ്രകൃതമാണ്. ഞാൻ പറഞ്ഞത് മനുഷ്യ പ്രകൃതം അങ്ങനെയാണ്.
അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇനി ഇതിനൊരു മർമ്മമുണ്ട്. കർമ്മം ഇതൊക്കെയാണെങ്കിൽ ഇതിനൊരു മർമ്മമുണ്ട്. മർമ്മം എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ പേരും പറഞ്ഞ് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ വലിയർത്തന്റെ പേരിൽ കുറെ എന്തോ ഒരു ആചാരം, ഒരു ചടങ്ങ്, ഓരോരുത്തരും ഒരാട്, ഒരു പോത്ത്, അത് മറ്റേ ആൾ അബ്ദുള്ള കൊണ്ടുവന്നത്, ഇത് മുഹമ്മദ് കൊണ്ടുവന്നത്, അത് അബ്ദുറഹ്മാൻ കൊണ്ടുവന്നത്, ഓരോന്നും മത്സരം. അത് 1,00,000-ന്റെ പോത്താണ്, ഇത് പിന്നെ 75,000-ൻ്റെതാണ്, ഓരോന്നിന്റെ മുഴുപ്പ് 1,50,000-ൻ്റെതാണ് മറ്റേ ആൾ കൊണ്ടുവന്നത്. അതിന്റെ പേരിൽ വലിയ പൊങ്ങച്ചവും ആളുകളുടെ മുമ്പിൽ കണ്ടോ, ഇന്നാരുടെ പോത്തിനെ അറക്കാൻ പോവുക, ഇന്നാരുടെ കാളക്കുട്ടനെ അറക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പിന്നെ എന്താണ് ആരവങ്ങളും അതേപോലെ പൊങ്ങച്ചവും ഒക്കെ നടിക്കുന്ന ഒരു സ്വഭാവം നമുക്കിടയിൽ ഉണ്ടാകും. പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇതെല്ലാവരും കൂടെ കൂടി തകവീർ ജോലിയെ അറുത്ത് പിന്നെ വെട്ടിമുറിച്ച് അതിനെ കിലോ കണക്കിന് നിങ്ങൾ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ കയറ്റി വെച്ച്, ഫ്രിഡ്ജിൽ പറ്റാത്തതുകൊണ്ട് അയലോക്കത്തിന് ആരെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമോ? ഫ്രീസർ വേറെ ഉണ്ടോ? ഷോപ്പിലുണ്ടോ? റെസ്റ്റോറന്റിലുണ്ടോ? എവിടെന്നെങ്കിലും വാടകയ്ക്ക് എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഉണക്കി അത് സൂക്ഷിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് കുറെ ദിവസം ഇത് തന്നെ കഴിച്ചോളൂ, അമിതമാവണ്ട ഒന്നും. ഉലു അഷ്റബു വലാ തുസ്രിഫു, അർഹമായ ആളുകളിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ഇട്ടുകൊടുക്കുക, എല്ലാം ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് വാങ്ങി വെക്കാതിരിക്കുക. അർഹരായ ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും, മേഖലകൾ കണ്ടെത്തി കൊണ്ടുപോയി കൊടുക്കുക. ഇനി എത്ര രാജ്യം പുരോഗമിച്ചാലും ക്ഷേമത്തിലായാലും പട്ടിണിയുള്ള ആളുകളും വിഭവങ്ങൾ കുറഞ്ഞ ആളുകളും എടുത്തു കളയില്ല. അതൊക്കെ ഈ ലോകത്തുണ്ടാവും, ലോകക്രമത്തിൽ, ജീവിതക്രമത്തിലുണ്ടാവും. എന്തിനാ? നമ്മുടെയൊക്കെ ദാനശീലവും ഉദാരതാ മനോഭാവവും പരീക്ഷിച്ചറിയാൻ വേണ്ടി അള്ളാഹു തആല ഇതൊക്കെ അവിടെ ഇട്ടൊക്കെയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞ് വെക്കാതെ കുറച്ചൊക്കെ അങ്ങോട്ടേക്ക് റൂട്ട് മാറ്റി വിട്ടോളി. വെറുതെ വാങ്ങിയിട്ട് കുലു അഷ്റബു വലാ തുസ്രിഫു, തീറ്റയും കൂടിയൊക്കെ നല്ലതാ, നിങ്ങൾക്ക് എല്ലാം അനുവദിച്ചു തന്നു. ആരോ പറഞ്ഞതുപോലെ പിന്നെ എന്താണ്, ഖുർആനിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് നിസ്കാരത്തെക്കാൾ കൂടുതൽ തിന്നോളി കുടിച്ചോളി എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. ശരിയാണ്. പക്ഷെ അതിലൊന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, വലാ തുസ്രിഫു, അമിതമാക്കരുത് എന്ന് കൂടിയാണ്. അപ്പോ വല്ലാതെ മാംസാഹാരമൊക്കെ ഇങ്ങനെ കഴിച്ച് രോഗികളായി മാറണ്ട. അത് ഏതാഹാരമായാലും സസ്യാഹാരം തന്നെ എപ്പോഴും കുറെ വഴുതനങ്ങയും വെണ്ടക്കയും പിന്നെ പടവലങ്ങയൊക്കെ വെട്ടി തിന്നുകൊണ്ടേ ഇരിക്കുക എന്ന് പറഞ്ഞ് അതിലും ഒരു അസുഖം. അപ്പൊ ഏത് സാധനവും ഒന്നിൽ മാത്രം കേന്ദ്രീകരിച്ച് പോകുമ്പോൾ അതിൻ്റെതായ കുറവുണ്ടാവും, മറ്റേതിന്റെ കണ്ടന്റ് കിട്ടാതാവും. അത് ശരീരത്തിന്റെ ഒരു സമീകൃത ആഹാരം എന്ന ലെവലിൽ ഒരു കംപ്ലീറ്റ് ഫുഡ് കിട്ടാതാവുമ്പോണ്ടാവുന്ന കുറവുകൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവും, ചിലത് കൂടുതലും വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിലെ പ്രധാനമായിട്ടൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇത് കേവലമായ ഒരു മാംസാഹാരത്തിന് അല്ലാഹ് അനുവദിച്ച ഒരു സംഗതി എന്ന നിലയിൽ അങ്ങോട്ട് തീറ്റയല്ല, മറിച്ച് ഇതിലപ്പുറം ഇതിലൊരു ആത്മീയമായ ഒരു ശസ്ത്രക്രിയ നടക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ മാംസമോ അതിന്റെ രക്തമോ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തൂല. മുമ്പ് കാലത്ത് നരബലി ഉണ്ടായിരുന്നു, ദേവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നരബലി സമ്പ്രദായം. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് തന്റെ പുത്രനെ ബലിയെടുക്കാൻ പറഞ്ഞതിലൂടെ ലോകത്ത് അന്ത്യനാൾ വരെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നരബലി നിരോധിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. പകരം മൃഗബലി നടത്തുമ്പോഴും അല്ലാഹുവോടെ ക്ലിയറാക്കി, ഈ മാംസവും ഈ രക്തവും ഒക്കെ പടച്ചവൻ ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നണ്ട. ഇതൊക്കെ നിങ്ങൾക്ക് പാവങ്ങൾക്ക് പോട്ടെ, ഒരു സമത്വവും സമഭാവനയും സുഭിക്ഷതയും ഒക്കെ സമൂഹത്തിൽ ഉണ്ടാവട്ടെ. പക്ഷെ അതിലൂടെ ഉണ്ടാവേണ്ടത് അതിന്റെ മാംസവും രക്തവും നിർത്തൂല, അതിൻ്റെ ഇടയിൽ തഖ്വയാണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ മൃഗത്തെ നമ്മൾ സംഹരിക്കുമ്പോൾ, അതിനെ അറുത്തു മാറ്റുമ്പോൾ അവിടെ മറ്റൊരു നിർമ്മാണം നടക്കുകയാണ്. ഈ ഉദഹയിലൂടെ ഒരു അറവ്, ഒരു കൊല നടക്കുമ്പോൾ മറ്റൊരു നിർമ്മാണം നടക്കുകയാണ്. അതാണ് തഖ്വ എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ധാരാളമായി സംസാരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലും സമാനമായ ഒരുപാട് ആശയങ്ങൾ നമുക്ക് കാണാം. അത് പറയുമ്പോൾ ഉറങ്ങരുത്, തീറ്റയെ കുറിച്ച് പറയുമ്പോൾ ഉണർന്നിരിക്കുക, ആത്മീയതയെ കുറിച്ച് പറയുമ്പോൾ ഉറങ്ങിപ്പോകരുത്. പറയുന്ന പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ, ചില തസവ്വുഫിന്റെ പണ്ഡിതന്മാർ
വിവിധ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ഇതിലൂടെ സംഭവിക്കുന്നത്? നിങ്ങൾ മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ചില മൃഗീയ വാസനകളുണ്ട്, അതിനെയാണ് നിങ്ങൾ അറുത്ത് കളയുന്നത്. അല്ല, പണ്ഡിതന്മാർ പറയുന്നുണ്ട് 10ഓളം മൃഗീയ സ്വഭാവങ്ങൾ മനുഷ്യരിലുണ്ട്. അതിൽ പറയുന്ന ഒന്ന് പന്നിയുടെ ആർത്തിയും അതേപോലെ തന്നെ അതിൻ്റെ ഒരു തരം ദുരയും. അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ വേസ്റ്റ് തിരഞ്ഞടക്കുക, ഇത് മനുഷ്യന്മാരിലുണ്ടാവും. അതിനെ അറുത്തുകളെ. പട്ടിയുടെ വാഗ്വാദവും ശത്രുതയും. പട്ടി ആരെ കണ്ടാലും എപ്പോഴും കുരച്ച് ചാടുക, കണ്ടവനോടൊക്കെ വഴക്കുണ്ടാക്കുക, അടിയുണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക, എല്ലാവരെയും ശത്രുക്കളാക്കി വയ്ക്കുക. ഇത് പട്ടിയുടെ ഒരു സ്വഭാവം. അത് നമ്മളിൽ നിന്ന് എന്ത് ചെയ്യണം? അത് മാറ്റണം. അതുപോലെ സിംഹത്തിന്റെ അധികാരഗർവവും അഹങ്കാരവും ഉണ്ട്. വലിയ പൊങ്ങച്ച, ഞാൻ ആരാണെന്ന് അറിയാം, ഇന്നടത്തെ ഇന്നാരാണെന്ന് പറഞ്ഞു വലിയ പൊങ്ങച്ചോ പദവിയും ഒന്നുമില്ലെങ്കിൽ അവന്റെ വീട്ടിലെങ്കിലും അവൻ ഞാൻ വലിയ ആളാണ് എന്നുള്ള അർത്ഥത്തിൽ അവൻ എവിടെയാണോ കിട്ടുന്നത് അവിടെ ഒരു വലിയ ആളാവാൻ വേണ്ടി ഒരു പദവി അലങ്കരിക്കാൻ വേണ്ടി നോക്കും. മത്സരമില്ലാത്തടത്ത് പെട്ടെന്ന് കയറി അധികാരമേറ്റി മറ്റുള്ളവരെ ഭരിക്കാൻ നിൽക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇതാണല്ലോ നമ്മൾ നാട്ടിൽ കാണുന്നത്. ഇപ്പോഴും അതാണല്ലോ. ഒരു പാർട്ടി ജയിച്ചിട്ടും ആ പാർട്ടി ആര് മുഖ്യമന്ത്രിയാണെന്ന് ഇനിയും തീരുമാനമായിട്ടില്ല. അപ്പൊ എല്ലായിടത്തും ഇത് എയും ബിയും എല്ലാം കണക്കാ, എല്ലായിടത്തും ഈ അടിയുണ്ടാവും. അപ്പൊ ഈ അർത്ഥത്തിൽ എല്ലാം തന്നെ അധികാരഗർവവും അഹങ്കാരവും, അതുപോലെ ചെന്നായിയുടെ ക്രൂരത, പാമ്പിന്റെ വഞ്ചനയും ചതിയും, തേളിന്റെ വിഷത്തിന്റെ കുത്ത്, കരടിയുടെ അശ്ലീലത, കുതിരയുടെ ദുരഭിമാനം, കഴുതയുടെ അജ്ഞത, മയിലിന്റെ ലോകമാന്യത, ഇതെല്ലാം ഇതൊക്കെ ഓരോ മൃഗങ്ങളിൽ കാണുന്ന പാവം മൃഗങ്ങൾ. ഇതൊക്കെ വല്ല അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും പണ്ഡിതന്മാർ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് ആ മൃഗങ്ങളിലൊക്കെ ഉള്ള ചില ദുർലക്ഷണങ്ങൾ നോക്കിയിട്ട് ഇതൊന്നും മനുഷ്യന് ചേർന്നതല്ല, ഖുർആനിൽ പറഞ്ഞതല്ല, അതൊക്കെ തന്നെ ഈ ഒരു മൃഗത്തെ അങ്ങോട്ട് അറുക്കുമ്പോഴേക്കും അതെന്താണ്? ആ മൃഗത്തിൽ നമ്മളിലാണ് ആ അറിവ് സംഭവിക്കേണ്ടത്. നമ്മുടെ കണ്ടത്തിനാണ് കത്തിവെക്കുന്നത്. ഈ മൃഗങ്ങളുടെ ദുർവാസനകളെയും ദുസ്വഭാവങ്ങളെയും നമ്മളിൽ നിന്ന് അറുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇമാം ഗസാലി, അതുപോലെ ഇമാം ബിൽ ജൗസി, ഷാവലില്ലാഹി ദഹ്ലവി തുടങ്ങിയുള്ള ഒരുപാട് പണ്ഡിതന്മാർ, അലി ശരീഅത്തി പോലുള്ള ആധുനിക പണ്ഡിതന്മാർ, ഇവരൊക്കെ പറഞ്ഞെന്താ? നമ്മളിലുള്ള ഒരു ഇസ്മായിലിനെയാണ് ബലിയറുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ബലിയറുത്തു. എന്തിനാ ബലിയറുത്തത്? ബലിയറുത്തത് അള്ളാഹുവിന് വേണ്ടി തന്റെ ജീവനെ അഗ്നിയിൽ കൊണ്ടുപോയി അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ പോലും തയ്യാറായ അഗ്നിശുദ്ധി വരുത്തിയ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ജീവിതത്തിലേക്ക് പ്രിയതമയുമായി കടന്നുപോയപ്പോ അവിടെ തന്റെ പ്രിയതമയോടും തന്റെ പുത്രനോടുമുള്ള വാത്സല്യം അള്ളാഹുവിന് തങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നതിന് വീണ്ടും തടസ്സമായിട്ടുണ്ടോ എന്ന പരിശോധനയാണ് ഈ പുത്രബലിയുടെ. എന്നോടുള്ള സ്നേഹം, എനിക്ക് നിന്റെ ജീവൻ സമർപ്പിക്കുന്നതിന് നിന്റെ പുത്രൻ തടസ്സമായിട്ടുണ്ടോ? എന്നോടുള്ള സ്നേഹത്തെക്കാൾ സമർപ്പണത്തെക്കാൾ കൂടുതൽ നിന്റെ മോന് വേണ്ടിയാണോ, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണോ? അള്ളാഹു പരിശോധിക്കുകയാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്ലാം എന്ന് പറഞ്ഞ സമർപ്പണം എന്നാണ്. അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിക്കുക. മുസ്ലിം എന്ന് സമർപ്പിക്കുന്നവൻ. ആർക്ക് സമർപ്പിക്കുന്നവൻ? തന്റെ ജീവനും ജീവിതവും തന്റെ ജീവിതത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളും സകലതും അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിക്കും. അള്ളാഹ് പറയുന്നത് പോലെ കേൾക്കുക, അവന്റെ ദാസനായി മാറുക. ഇതിന് തടസ്സം നിൽക്കുന്ന, അവന്റെ കൽപ്പനയെ അനുസരിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ഇസ്മായിലുകൾ എന്നാണ് അലി ശരീഅത്തിനെ കുറിച്ച് പറഞ്ഞത്. ഇസ്മായിലുകൾ, നമ്മുടെ ഇസ്മായിൽ പുത്രവാത്സല്യമായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ഇസ്മായിൽ ചിലപ്പോ നമ്മുടെ അധികാരമാകാം, ധനമോഹമാകാം, അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പ്രണയമാകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അധികാരക്കൊതിയാവാം, എന്തുമാവാം. പടച്ചവന് ജീവിതം സമർപ്പിക്കുന്നതിനും ശരിയായ മുസ്ലിമായി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും തടസ്സം നിൽക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാ വഹിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന എന്തൊക്കെയാണോ അതാണ് നിങ്ങളുടെ ഇസ്മായിൽ. അത് ആ ഇസ്മായിലുകളെ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ സ്നേഹിച്ചതുപോലെ നമ്മളും ആ ഭൗതികമായ അത്തരം കാര്യങ്ങളെ, നമ്മൾ ചിലപ്പോൾ പുത്രനെ, ചിലപ്പോൾ നമ്മുടെ പ്രണയിനിയെ, നമ്മുടെ ഇണയെ,
അതല്ലെങ്കിൽ നമ്മുടെ ധനത്തെ, നമ്മുടെ ജോലിയെ, നമ്മുടെ അധികാരത്തെ, നമ്മുടെ പാർട്ടിയെ, നമ്മുടെ ആൾദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് അവരുടെ ശൈഖായിരിക്കും, അവരുടെ പാർട്ടിയുടെ നേതാവായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും വലിയ താരമായിരിക്കും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട. അതിന്റെ അപ്പുറം ഒന്നുമില്ല, അവരാണ് അവരുടെ എല്ലാം. അങ്ങനെ വരുമ്പോ അതിനെയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നും ഉടച്ചു മാറ്റണം. മനോവിഗ്രഹങ്ങൾ എന്നാ പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, സ്വന്തം ഇച്ഛയെ, ഇഷ്ടങ്ങളെ ദൈവമാക്കി വെച്ചവനെ, പ്രതിഷ്ഠയാക്കി വെച്ചവനെ നീ കണ്ടോ എന്ന് ഖുർആൻ ചോദിക്കുന്നു. ഇവിടെ അതിനെയാണ് നമ്മൾ ഉടച്ചു മാറ്റേണ്ടത്, അതിന്റെ കണ്ടത്തിനാണ് കത്തി വെക്കേണ്ടത് എന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ മോഹങ്ങളുടെ, ഇഷ്ടങ്ങളുടെ പ്രതീകമാണ് നമ്മുടെ ബലി കൊടുക്കുന്ന മൃഗം. അതുകൊണ്ടാണ് ആ മൃഗം മുടന്തനാവരുത്, പൊട്ടനാവരുത്, അതേപോലെ വൈകല്യമുള്ളതാവരുത് എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ മോഹങ്ങൾ എത്രമാത്രം മനോഹരമാണോ അതിനെ പ്രതീകവൽക്കരിക്കുന്ന നമ്മുടെ മൃഗവും ഏറ്റവും മനോഹരമായി തടിച്ചു കൊടുത്തൊരു കുട്ടനാവണം. നമുക്കതിനോട് വാത്സല്യവും ഓമനത്വവും സ്നേഹവും ഉണ്ടാവണം. അതിനെ നമ്മൾ അറുക്കുമ്പോൾ ആ അറവ് സംഭവിക്കുന്നത് ആ മൃഗത്തിന്റെ കഴുത്തിലല്ല, നമ്മുടെ മനസ്സിലുള്ള ഇസ്മായിലിന്റെ അഥവാ നമ്മുടെ മനസ്സിലുള്ള അല്ലാഹുമായി ബന്ധപ്പെടുന്നതിന്, അവന് ജീവിതം സമർപ്പിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ആ വിഗ്രഹത്തിന്റെ കഴുത്തിലാണ് ആ അറവ് സംഭവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇത് ആധുനിക മനഃശാസ്ത്രത്തിൽ ഇതൊരു ട്രീറ്റ്മെന്റ് രീതിയാണ്, ഒരു ചികിത്സാ രീതിയാണ്, ഒരു തെറാപ്പിയാണ്. നിങ്ങൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ NLP എന്ന് പറഞ്ഞ് ഭയങ്കര സംഭവമായി കൊണ്ടു നടക്കുന്ന ഒരു സംഗതിയുണ്ട്. അതിന് ചില തെറാപ്പികളുണ്ട്. മനുഷ്യന്റെ മനസ്സിൽ അവന്റെ മനസ്സിനെ ദുർബലപ്പെടുത്തുന്ന, ജീവിതത്തെ വഴിതടസ്സം ഉണ്ടാക്കുന്ന ചില റോഡ് ബ്ലോക്കുകളുണ്ടാകും. അതൊക്കെ മനസ്സിൽ കിടന്നിട്ട് പല നെഗറ്റീവ് സ്ട്രോക്കുകൾ ഉണ്ടാക്കിയിട്ട് ജീവിതത്തെ മുഴുവൻ തകർത്ത് കളയുന്നുണ്ടാവും. ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിച്ചിട്ട് അത് പ്രത്യേകമായ രൂപത്തിലാക്കിയിട്ട് ആക്ഷനിലൂടെ അതിനിങ്ങനെ ഒരു തീയിലേക്ക് അറിയാൻ വേണ്ടി പറയുന്നു, അല്ലെങ്കിൽ കത്തി കൊണ്ട് മുറിക്കാൻ പറയുന്നു. അങ്ങനെ അതിനെ നശിപ്പിച്ചിട്ട് മാറ്റുന്ന ചില എക്സസൈസുകളുണ്ട്. ഇതിന്റെ ഒരു ഇത് ഇത്തരത്തിലുള്ള ഒരു കർമ്മത്തിന്റെ ഭാഷയാണ് ഇവിടെ ഈ ആധുനികമായി ചികിത്സാ രീതിയും എടുത്തിട്ടുള്ളത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ അറവ് സംഭവിക്കുമ്പോൾ മനസ്സ് അതോടുകൂടി ശുദ്ധിയാവണം. അതിനുശേഷമുള്ള ദ്വാരം നിങ്ങൾ ഹദീസിൽ നിന്ന് പഠിച്ചു നോക്കി. അതാണ് ഇവിടെ സംഭവം. അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറയാ, തക്ബീറാണ് പറയുന്നത്. അല്ലാഹു അക്ബറായി മാറും, പടച്ചവനാണ് എനിക്ക് ഏറ്റവും വലുത് എന്നത് അവിടെ സംഭവിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, മനസ്സിൽ വേറെ ഒരു വിഗ്രഹവും പ്രതിഷ്ഠയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം ഉടച്ച വിഗ്രഹത്തെക്കാൾ വലിയ വിഗ്രഹത്തിന്റെ ധ്വംസനം നടക്കേണ്ടത് മനസ്സിലാണ്. അവന്റെ മനസ്സിൽ ഞാൻ എന്ന ഭാവം, അധികാര മോഹം, പടച്ചവനേക്കാൾ വലുതായി ചമയുന്ന താൻ തോന്നിത്തങ്ങൾ, ഇതിന്റെയൊക്കെ കണ്ടത്തിൽ കഴുത്തിൽ കത്തി വെച്ച് തകർക്കണം. നമ്മൾ ശുദ്ധരാവണം, റബ്ബിന് വേണ്ടി സകലതും സമർപ്പിക്കണം. അപ്പോഴാണ് നമ്മൾ പരിശുദ്ധരാകുന്നത്. അതാണ് യനാലുഹു തഖ്വ മിൻകും, നിങ്ങളിൽ നിന്ന് തഖ്വ അല്ലാഹുവിന്റെ അടുക്കൽ എത്തുമെന്ന് പറയുന്നത്. അതാണ് ആ അർത്ഥത്തിൽ നമുക്ക് നിർവഹിക്കാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ബക്കറ്റ് കളക്ഷനുടെ എല്ലാ